ടോർഷൻ്റെ പ്രോബ്ലം ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ബീം ഈസ് സബ്ജക്റ്റഡ് ടു എ ഫാക്ടേർഡ് bending moment of 80 kN meter and a factored shear force of 60 kN and a factored torque of 30 kN meter. If the section is limited to 400 mm by 500 mm, find the required reinforcement by taking M20 concrete and Fe415 steel. Assume moderate exposure condition. അപ്പോൾ ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഫാക്ടേർഡ് bending moment തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് MU എന്ന് പറയുന്ന വാല്യൂ 80 kN തന്നിട്ടുണ്ട്. പിന്നെ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് അതായത് V(U) 60 kN തന്നിട്ടുണ്ട്. ആൻഡ് ഫാക്ടേർഡ് ടോർക്ക് ഓഫ് 30 kN. അപ്പോൾ ഫാക്ടേർഡ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TU എന്ന് പറയുന്ന ടേം, അല്ലെങ്കിൽ ടോർഷണൽ മൊമെൻ്റ് എന്ന് പറയാം. ടോർഷണൽ മൊമെൻറ്റ് 30 kN തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോർമലി നമ്മൾ ഇതുവരെ ചെയ്ത ഡിസൈൻ എന്ന് പറയുന്നത് അതിൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും വരുന്ന കേസാണ്. ഇവിടെ അഡീഷണലി ഒരു ടേം വന്നു, ഫാക്ടേർഡ് ടോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം വന്നു, അല്ലെങ്കിൽ ഫാക്ടേർഡ് ടോർഷൻ, അല്ലെങ്കിൽ ഫാക്ടേർഡ് ടോർഷണൽ മൊമെൻറ്റ്, അല്ലെങ്കിൽ ടോർഷണൽ മൊമെൻറ്റ് TU എന്ന് പറയുന്ന ടേമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ MU VU TU തന്നതുകൊണ്ട് നമ്മളിനി അതിനെ ഫാക്ടർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇൻ കേസ് വെറും ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ടോർക്ക് എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഡിസൈൻ മൊമെൻറ്റ്, ഡിസൈൻ ഷിയർ ഫോഴ്സ്, ഡിസൈൻ ടോർക്ക്, അല്ലെങ്കിൽ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റ്, ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ്, ഫാക്ടേർഡ് ടോർഷനൊക്കെ ആക്കി മാറ്റണം 1.5 വെച്ച് മൾട്ടിപ്പിൾ ചെയ്തിട്ട്. ഇവിടെ ഓൾറെഡി ഫാക്ടേർഡ് ആയിട്ടുള്ള വാല്യൂ തന്നതുകൊണ്ട് ഇതിനി ഒന്നും ചെയ്യാനായിട്ടില്ല. ഇഫ് ദ സെക്ഷൻ ഈസ് ലിമിറ്റഡ് ടു 400 mm by 500 mm, അപ്പോൾ അതിൻ്റെ ബിയും ഡിയും തന്നിട്ടുണ്ട്. സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് 400 mm ആൻഡ് ഓവറോൾ ഡെപ്ത് ഡി ഈസ് ഈക്വൽ ടു 500 mm. ഫൈൻഡ് ദ റിക്വയർഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ബൈ ടേക്കിംഗ് M20 കോൺക്രീറ്റ് ആൻഡ് Fe415 സ്റ്റീൽ. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡിസൈൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതായത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും, കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഈ കേസിലുണ്ടാവും. കാരണം സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി തിയറി കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 450 mm കൂടുതൽ ഡയമെൻഷൻ കൂടുകയാണെങ്കിൽ, അതായത് ഡെപ്ത് കൂടുകയാണെങ്കിൽ, ഈ ഒരു കേസിൽ ഡെപ്ത് ഇവിടെ 450 mm കൂടുതലാണ് അല്ലേ, 500 mm വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പം മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും, അതായത് ടെൻഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. കംപ്രഷൻ സോണിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യണം. M20 അതായത് FCK വാല്യൂ 20 N/mm², FY വാല്യൂ 415 N/mm². അസ്യൂം മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ. അപ്പോൾ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ തന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നോമിനൽ കവർ എടുക്കാൻ പറ്റും. നോമിനൽ കവർ എന്നുള്ളത് 30 mm എന്നുള്ളത് എടുക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് എടുക്കാൻ പറ്റും. അതായത് എഫക്റ്റീവ് കവർ ആദ്യം കൺസിഡർ ചെയ്തിട്ട് ഓവറോൾ ഡെപ്ത് നിന്ന് എഫക്റ്റീവ് കവർ മൈനസ് ചെയ്തിട്ട് എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പം ഗിവൺ ഡാറ്റ നമുക്ക് ആദ്യം എഴുതാം. MU ഈസ് ഈക്വൽ ടു 80 kN, VU ഈക്വൽ ടു 60 kN, TU ഈസ് ഈക്വൽ ടു 30 kN, B ഈസ് ഈക്വൽ ടു 400 mm, ഓവറോൾ ഡെപ്ത് D ഈസ് ഈക്വൽ ടു 500 mm, FCK 20 N/mm², FY 415 N/mm², നോമിനൽ കവർ 30 mm. അത് മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ തന്നതുകൊണ്ടാണ്. ഇനി D' നമുക്ക് കണ്ടുപിടിക്കാം. അതായത് എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത് 30+ സ്റ്റിറപ്പ്. ഞാനിവിടെ 10 mm സ്റ്റിറപ്പ് അസ്യൂം ചെയ്യാണ്. ഇപ്പോൾ ടോർഷൻ വരുന്ന കേസിലാണെങ്കിൽ 10 mm അസ്യൂം ചെയ്യുന്നതാണ് നല്ലത്. കാരണം 8 mm അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ സ്പേസിങ് വളരെ ക്ലോസ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ടോർഷൻ വരുന്ന കേസിൽ നിങ്ങൾ സ്റ്റിറപ്പ് അസ്യൂം ചെയ്യുന്ന സമയത്ത് 10 mm അസ്യൂം ചെയ്യുന്നതാണ് നല്ലത്. 10 mm ഡയൻ്റെ സ്റ്റിറപ്സ് അസ്യൂം ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ഞാൻ 10 mm അസ്യൂം ചെയ്തു. അപ്പോൾ 30 + 10 സ്റ്റിറപ്പിൻ്റെ ഡയ ഇൻക്ലൂഡായി. ഇനി മെയിൻ ബാറിൻ്റെ ഡയ ഞാൻ 20 അസ്യൂം ചെയ്യാണ്. അപ്പോൾ 20ൻ്റെ ഹാഫിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ, അതായത് ഏറ്റവും ടെൻഷൻ സോണിൽ നിന്ന് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ എഫക്റ്റീവ് കവർ എന്ന് പറയുമ്പോൾ. അപ്പോൾ 20 mm ബാർ അസ്യൂം ചെയ്താൽ അതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20/2 ആണ്. അപ്പോൾ D' is equal to 30 + 10 + stirrup pad I + 20/2, that is equal to 50 mm.
ഓക്കെ, 30 + 10 + 10 വരും. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നോമിനൽ കവർ 30 mm, സ്റ്റിറപ്പ് ഡയ 10 mm, മെയിൻ ബാർ ഡയ 20 mm അസ്യൂം ചെയ്തതാണ്. ഓക്കെ, അപ്പം എഫക്റ്റീവ് ഡെപ്ത്ത് ഡി എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത്ത് മൈനസ് ഡി ഡാഷ്, അതായത് 500 - 50 450 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ഓൾറെഡി തിയറി കേട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഡിസൈനിൽ വരുന്ന വ്യത്യാസം അല്ലേ. അതായത് ടോർഷൻ വരുമ്പം, അതായത് ടോർഷണൽ മൊമെൻറ്റ് വരുന്ന സമയത്ത് ആ ടോർഷണൽ മൊമെൻറ്റിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ മൊമെൻ്റായിട്ടും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഷിയർ ഫോഴ്സ് ആയിട്ടും നമ്മൾ ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റ്, അതായത് എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻ്റ് ആക്കി മാറ്റും അല്ലേ. അതായത് ടോർഷൻ മുഖേന വരുന്ന മൊമെൻറ്റിനെ നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട്, ആ ബീമിലേക്ക് വരുന്ന ബെൻഡിങ് മൊമെൻ്റ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കൂടെ ആ ടോർഷണൽ മൊമെൻറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കും. അതേപോലെ ഷിയറിൻ്റെ കൂടെ, എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സിൻ്റെ കൂടെ നമ്മൾ ഈ ടോർഷണൽ ഫാക്ടേർഡ് ടോർഷനെ നമ്മൾ ഷിയർ ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഫാക്ടേർഡ് ടോർഷനെ ഷിയർ ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സിനെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈക്വലൻ്റ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കും. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അതായത് ഈക്വലൻ്റ് ഷിയർ ഫോഴ്സ് VE എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ സിറപ്സും ഡിസൈൻ ചെയ്യും. ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് ME1 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓക്കെ, സ്റ്റെപ്പ് 1, ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ME1 ആൻഡ് VE. ഓക്കെ, ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ഈക്വലൻ്റ് ഷിയർ ഫോഴ്സും നമുക്ക് കണ്ടുപിടിക്കാം. ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ടോർഷനെ നമ്മൾ അഡീഷണലി ഒരു ബെൻഡിങ് മൊമെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യും അല്ലേ. ടോർഷൻ മുഖേന വരുന്ന അഡീഷണൽ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്ന MT. ഓക്കെ, ആ MTയും എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് MEയും കൂടി ആഡ് ചെയ്തിട്ട് ME1 എന്ന് പറയുന്ന ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻ്റ് ആക്കി നമ്മൾ മാറ്റും. അതുപോലെ തന്നെ ഈക്വലൻ്റ് ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. അതായത് എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന ഷിയർ ഫോഴ്സ് പ്ലസ് ഈ ടോർഷൻ മുഖേന വന്നിട്ടുള്ള അഡീഷണൽ ഷിയർ ഫോഴ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈക്വലൻ്റ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന കാര്യം ക്ലോസ് 41.4.2 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു ഇക്വേഷൻ ഉണ്ട്, ME1 = MU + MT. അതിൽ MU വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. MT എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് കൂടുതൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, TU × 1 + D/B/1.7. അതിൽ D എന്ന് പറയുന്ന ഓവറോൾ ഡെപ്താണ്, B എന്ന് പറയുന്ന ബ്രെഡ്ത്താണ്. അപ്പോൾ നമുക്ക് MT വാല്യൂ കണ്ടുപിടിക്കാം. TU വാല്യൂ = kN/മീറ്ററിലാണ്. അപ്പോൾ 1 + D/B, അപ്പോൾ Dയും Bയും നമ്മൾ മീറ്ററിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ കേസിൽ MM കൊടുത്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. എന്നാൽ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം യൂണിറ്റ്സ് എല്ലാം ഒരുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം 30 kN/മീറ്റർ വന്നതുകൊണ്ട് നമ്മൾ ഇവിടെയും Dയും Bയും ഞാൻ മീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 30 × 1 + 0.5/0.4 / 1.7 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 39.70 kN/മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ME1 എന്ന് പറയുന്നത് MU + MT, അതായത് MU എന്ന് പറയുന്നത് 80 kN/മീറ്റർ ആയിരുന്നു. അപ്പോൾ 80 + 39.70 = 119.70 kN/മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ME1 എന്നുള്ളത് എനിക്ക് 120 വെച്ചിട്ടും ചെയ്യാം റൗണ്ട് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ 119.70 വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പം ME1 വാല്യൂ കിട്ടി. ഓക്കെ, ഇനി വേറൊരു കാര്യം കോഡിൽ പറയുന്നുണ്ട്, 41.4.2.1 പറയുന്നുണ്ട്, MT വാല്യൂവും MU വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം MT വാല്യൂ >MU ആണെങ്കിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, MT >MU ആണെങ്കിൽ. എന്നാൽ MT >MU ആണ് വരുന്നതെങ്കിൽ കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം ME2 എന്ന് പറയുന്ന മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, ME2 എന്ന് പറയുന്ന മൊമെൻറ്റ് = MT - MU ആണ്. അതായത് MUവിനേക്കാളും എത്ര അധികമാണ് MT വരുന്നത്, ആ അധികം വരുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് കോഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ MT >MU ആയതുകൊണ്ട് കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് വേണ്ട. MT >MU ആണ് വരുന്നതെങ്കിൽ ME2 എന്ന് പറയുന്ന മൊമെൻറ്റ് = MT - MU എന്ന് പറയുന്ന മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണമായിരുന്നു.
Okay, here MT is less than mu, hence there is no need of compression reinforcement due to torsion. അപ്പോൾ ടോർഷൻ മുഖേന ഇവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമില്ല. ഓക്കെ, അപ്പം ME 1 അതുപോലെ തന്നെ MU ലിമിറ്റും കമ്പയർ ചെയ്തിട്ട് MU ലിമിറ്റിനേക്കാളും കൂടുതൽ MU 1 വന്നു കഴിഞ്ഞാൽ അവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടോർഷന് കറസ്പോണ്ടിങ് ആയിട്ടല്ല അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ MT ലെസ് ദാൻ MU വന്നതുകൊണ്ട് ടോർഷന് കറസ്പോണ്ടിങ് ആയിട്ട് അതായത് കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണ്ട എന്നുള്ളത് കിട്ടി. ഇനി രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡബ്ല്യു റീഇൻഫോഴ്സ് സെക്ഷനായിട്ട്, അതായത് കംപ്രഷൻ സോണിൽ ME 1 ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് വരുന്നത് കൊണ്ട് കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണോ, അതായത് ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ നോർമലി സിംഗ്ലി റീഇൻഫോഴ്സ്ഡിലും ഡബ്ല്യു റീഇൻഫോഴ്സ്ഡിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് MU ലിമിറ്റ് കമ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ MUവിൻ്റെ സ്ഥാനത്ത് ME 1 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, ME ലെസ് ദാൻ MU ലിമിറ്റ് ആണോ, ME 1 ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് ആണോ എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇക്വലൻറ്റ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. കോഡ് പ്രകാരം ക്ലോസ് 41.3.1 VE ഈസ് ഈക്വൽ ടു VU പ്ലസ് 1.6 TU/B എന്നുള്ളതാണ് ഇക്വേഷൻ. അതായത് VU പ്ലസ് VT എന്ന് തന്നെയാണ് വരിക. VT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 TU/B ആണ്. ഓക്കെ, ടോർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡീഷണൽ ഷിയർ ഫോഴ്സ്. അപ്പോൾ VE ഈസ് ഈക്വൽ ടു 60, VUവിൻ്റെ വാല്യൂ 60 kN ആയിരുന്നു, പ്ലസ് 1.6 ഇൻറ്റു TUവിൻ്റെ വാല്യൂ 30 kN ഡിവൈഡ് ബൈ B മീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0.4 മീറ്റർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VE ഈസ് ഈക്വൽ ടു 180 kN എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇക്വലൻറ്റ് ഷിയർ ഫോഴ്സും ഇക്വലൻറ്റ് ബെൻഡിങ് മൊമെൻറ്റും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിച്ചു. MT MU കമ്പയർ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പോൾ MT ലെസ് ദാൻ MU വന്നതുകൊണ്ട് ഇവിടെ നമുക്ക് കംപ്രഷൻ സോണിൽ ടോർഷൻ കാരണം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണ്ട എന്നുള്ള കൺക്ലൂഷൻ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ME 1 ആൻഡ് MU ലിമിറ്റ് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൽ അത് അല്ലെങ്കിൽ ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീമിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ടോർഷൻ ഇല്ലാത്ത കേസിൽ നമ്മൾ MU ലിമിറ്റും തമ്മിൽ കമ്പയർ ചെയ്യും. അതേപോലെ ഇവിടെ MUവിൻ്റെ സ്ഥാനത്ത് ME 1 ആണ്, ME 1ഉം MU ലിമിറ്റും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ MU ലിമിറ്റ് എന്ന് പറയുന്നത് FE 415 ഗ്രേഡ് സ്റ്റീലിന് 0.138 FCK/BD² ആണ്. അപ്പോൾ 0.138 ഇൻറ്റു FCK20 B 400 D 450 സ്ക്വയർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 223.56 kN എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ME 1 എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ MU ലിമിറ്റ് ആണ്. ഓക്കെ, ME 1ൻ്റെ വാല്യൂ എത്രയായിരുന്നു? ME 1 വാല്യൂ ഈസ് ഈക്വൽ ടു 119.70 എന്നുള്ളതാണ്. അപ്പം 119.70 ഈസ് ലെസ് ദാൻ 223.56 kN. ME 1 ഈസ് ലെസ് ദാൻ MU ലിമിറ്റ്. അപ്പം MU ലെസ് ദാൻ MU ലിമിറ്റ് വന്നാൽ നമ്മൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമായിട്ടാണ് ഡിസൈൻ ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് MT ഗ്രേറ്റർ ദാൻ MU വന്നിട്ടുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ വന്നിട്ടില്ല. അതേപോലെ ME 1 ലെസ് ദാൻ MU ലിമിറ്റ് ആണ്. Therefore we can design the beam as singly reinforced section. ഓക്കെ, സിംഗ്ലി റീഇൻഫോഴ്സ് സെക്ഷൻ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ നോർമലി നിങ്ങൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ്റെ സ്റ്റെപ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ സിംഗ്ലി റീഇൻഫോഴ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനും എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിവിടെ വരുന്നില്ല. ഓൾറെഡി ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, സ്പാനിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ തരാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ടോർഷൻ്റെ കേസിൽ നമ്മൾ സ്പാനുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്യേണ്ട. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പില്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷനാണ്. അപ്പോൾ ലോഡ് കാൽക്കുലേഷൻ നമുക്കിവിടെ ചെയ്യാനായിട്ടില്ല. ഓൾറെഡി നമുക്ക് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സ് ഒക്കെ ഇവിടെ തന്നതുകൊണ്ട് ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ആയിരുന്നു അല്ലേ. ഇവിടെ ഓൾറെഡി ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ഫാക്ടേർഡ് ടോർഷനൊക്കെ തന്നുകൊണ്ട് ആ സ്റ്റെപ്പും ഇവിടെ ചെയ്യേണ്ട. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് MU ലിമിറ്റ് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ടോർഷൻ വരുന്നത് കൊണ്ട് ഈക്വലൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഈക്വലൻറ്റ് ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരും. അടുത്ത ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ME 1ഉം MU ലിമിറ്റ് കമ്പയർ ചെയ്യുന്ന സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമായിട്ട് ഡിസൈൻ ചെയ്യണമെന്ന് വന്നതുകൊണ്ട് ഇനി അടുത്ത ചെയ്യേണ്ടത് എന്തായിരിക്കും? സ്റ്റീലിൻ്റെ ഏരിയ അല്ലേ, അതായത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ആണ് വന്നതെങ്കിൽ നമ്മളവിടെ കംപ്രഷൻ സ്റ്റീലിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് ടെൻഷൻ കണ്ടുപിടിക്കും അല്ലേ. ഇവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം ടെൻഷൻ ചെയ്യാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ടെൻഷൻ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാണ്.
സ്റ്റെപ്പ് 3 കാൽക്കുലേഷൻ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡിൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സെയിം ഇക്വേഷൻ MU = 0.87 FI AST × D × 1 - AST FI / BD FCK. അപ്പോൾ MUവിൻ്റെ സ്ഥാനത്ത് ME1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കിയൊക്കെ സെയിം. നമുക്ക് AST വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ME1 എന്ന് പറയുന്നത് 119.70 × 10⁶. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.87 × 415 × AST അൺനോൺ ആണ് × D 450 × 1 - FY 415 AST അൺനോൺ / 400 × 450 × 20. അപ്പോൾ ഈ ഇക്വേഷനിൽ AST മാത്രം അൺനോൺ. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 119.70 × 10⁶ ഈസ് ഈക്വൽ ടു 162,472.5 AST - 18.729 AST സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. ഇതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് സ്ക്വയർ ഉള്ളതും AST ടേം ഉള്ളതും AST സ്ക്വയർ ഉള്ളതും AST ഉള്ളതും ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ, അതായത് 119.70 × 10⁶ ഉള്ള സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -18.729 ഉള്ളത് പ്ലസ് ആവും, പ്ലസ് 162,472.5 എന്നുള്ളത് -162,472.5 ആവും. അതുപോലെ പ്ലസ് 119.70 × 10⁶ ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷനായി അത് നമുക്ക് കാൽക്കുലേറ്ററിൽ ഇക്വേഷനിൽ ഡിഗ്രി 2 വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ AST = 812.9 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ AST കിട്ടി. AST കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഡയറക്റ്റ് എടുക്കാൻ പാടില്ല. അതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. AST മാക്സും AST മിനിമവും ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ചെക്ക് ഫോർ മിനിമം ആൻഡ് മാക്സിമം AST മിനിമം കണ്ടുപിടിക്കാൻ is equal to AST minimum is equal to 0.85 BD by FY, that is equal to 0.85 into B 400 D 450 by FY. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 368.67 mm² എന്ന് പറഞ്ഞു കിട്ടും. AST മാക്സിമം കണ്ടുപിടിക്കാൻ 0.04 BD ആണ്. 0.04 into B 400 D ഓവറോൾ ഡെപ്ത് ആണ്. അപ്പോൾ 500. സോൾവ് ചെയ്താൽ 8,000 mm² എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ 368.67 mm² is less than 812.9 mm² is less than 8,000 mm². അതായത് AST minimum is less than AST required and AST required is less than AST max. അപ്പോൾ AST മിനിമത്തിനേക്കാളും AST required കുറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ AST മാക്സിനേക്കാളും കൂടിയിട്ടുമില്ല. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് AST required വെച്ചിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു കൺക്ലൂഷൻ ഇവിടെ കിട്ടി. അപ്പം ഞാൻ ഒരു ബാറിൻ്റെ ഡയ അസ്യൂം ചെയ്യാണ്. അസ്യൂം 20 mm ഡയമീറ്റർ ബാർ, 20 mm ബാർ ഞാൻ അസ്യൂം ചെയ്യാണ്. അപ്പോൾ നമ്പർ ഓഫ് ബാർസ് ഈസ് ഈക്വൽ ടു 812.9 ആണ് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ, ഡിവൈഡ് ബൈ 20 mm ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര നമ്പേഴ്സ് 20 mm വേണമെന്നുള്ളത് കിട്ടും. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2.58 എന്ന് പറഞ്ഞ് കിട്ടി. ദാറ്റ് ഈസ് 3 numbers. അപ്പോൾ 3 numbers പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കിട്ടി. Therefore provide 3 numbers of 20 mm diabars as tension reinforcement. അപ്പോൾ AST പ്രൊവൈഡഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 320 കൊടുക്കുന്ന സമയത്ത് എത്രയാണ് ഏരിയ വരുന്നത്, അതാണ് AST പ്രൊവൈഡഡ്. അപ്പോൾ 3 × π × 20² ഡിവൈഡ് ബൈ 4 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 942.477 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ AST പ്രൊവൈഡഡ് നമുക്ക് കിട്ടി. 20 mm 3 ബാർസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് B1 D1 എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാനായിട്ടുണ്ട് അല്ലേ. B1 എന്ന് പറയുന്ന ഒരു ടേമും D1 എന്ന് പറയുന്ന ഒരു ടേമും കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഓൾറെഡി തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ D1 എന്ന് പറയുന്ന ടേം ഡെപ്തിൻ്റെ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോർണർ ബാർസിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം കോർണർ ബാർസ് ടോപ്പിലും ബോട്ടത്തിലും, ഡെപ്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ടോപ്പിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിന് ബോട്ടത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ടോപ്പിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിന് ഒരു ഡയ നമുക്ക് വേണം അല്ലേ, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ നമ്മൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹാങ്കർ ബാർസ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ എഴുതുന്നുണ്ടായിരുന്നുള്ളൂ, നമ്മൾ അതിൻ്റെ ഡയ ഒന്നും എഴുതുന്നുണ്ടായിരുന്നില്ല. എന്നാൽ നമുക്കിവിടെ D1 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയ നമുക്ക് ടോപ്പിലുള്ളത് വേണം. അപ്പോൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എത്ര മൊമെൻറ്റിനാണോ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചുള്ള കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അതിൻ്റെ ഡയമീറ്ററൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് D1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇവിടെ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ആയതുകൊണ്ട് നമ്മൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം, നമുക്ക് D1 വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അവിടെ കംപ്രഷൻ സോണിൽ കൊടുക്കുന്ന, അതായത് ഹാങ്കർ
ആങ്കർ ബാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാറിൻ്റെ ഡയ അസ്യൂം ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ AST കണ്ടുപിടിച്ച ഉടനെ തന്നെ അസ്യൂം 2 bars of 20 mm diameter as hanger bars on the compression phase, one being in each corner. അപ്പോൾ ഞാൻ 10 mm ഡയമീറ്റർ ബാറാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ടോപ്പിലെ 2 കോർണേഴ്സിലും പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് സിറപ്പിൻ്റെ അകത്ത് വരുന്ന ആ കോർണേഴ്സിലായിട്ട് 2 റീഎൻഫോഴ്സ്മെൻറ്റ് 10 mm ഡയമീറ്ററിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ഞാൻ അസ്യൂം ചെയ്തു. കാരണം പ്രത്യേകിച്ച് കംപ്രഷൻ റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലാത്തതുകൊണ്ട്, ഡിസൈൻ പ്രകാരം വരാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ആ സിറപ്പിനെ ആ ഒരു പൊസിഷനിൽ ഹെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മിനിമം ഡയമീറ്ററുള്ള ബാറ് മതി. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 12 mm ബാസും അസ്യൂം ചെയ്യാം. 2 numbers of 12 mm ഡയമീറ്റർ ബാസും അസ്യൂം ചെയ്യാം. ഞാനിവിടെ 10 അസ്യൂം ചെയ്തെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്ട്രാ നമ്മൾ കംപ്രഷൻ റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ, അതായത് ഹാങ്കർ ബാസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്യണം. അസ്യൂം 2 bars of 10 mm diameter as hanger bars on the compression phase, one being in each corner. Okay, next step 4, check for shear stress and design of shear reinforcement. സിറപ്സ് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. അവിടെ വരുന്ന VE എന്ന് പറയുന്ന ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോർമലി ഒരു ടോർഷൻ വരാത്ത കേസിലുള്ള ഡിസൈൻ പോലെ തന്നെയാണ് ഇത് പോകുന്നത്. അതായത് VU എന്ന് പറയുന്ന ടേം എവിടെയൊക്കെ യൂസ് ചെയ്തു, അതിന് പകരം നമ്മളിവിടെ VE എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇക്വലൻ്റ് നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാം. അതായത് നോമിനൽ ഷിയർ സ്ട്രെസ് നമ്മൾ നോർമൽ കേസിൽ കണ്ടുപിടിക്കുന്ന പോലെ ടോ വി കണ്ടുപിടിക്കുന്ന സ്ഥാനത്ത് ഇവിടെ ടോ VE ആയിരിക്കും, ടോ സഫിക്സ് VE ആയിരിക്കും. ടോ വി എന്ന് പറയുന്ന ടേം VU/BD ആണെങ്കിൽ ടോ സഫിക്സ് VE എന്ന് പറയുന്നത് VE/BD എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇത് ക്ലോസ് 41.3.1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, 41.3.3 വരെയുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 41.4.3 പോകും. ഓക്കെ, മിനിമം ആണെങ്കിൽ പേജ് നമ്പർ 48 പ്രകാരം മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈക്വൽ നോമിനൽ ഷിയർ സ്ട്രെസ് ടോ VE = VE/BD. അപ്പോൾ ഇവിടെ ടോ VE = VE എന്ന് പറയുന്നത് 180 kN ആയിരുന്നു. അപ്പോൾ 180 × 10⁻³ ന്യൂട്രലാക്കി ഡിവൈഡ് ബൈ B × D. B എന്ന് പറയുന്നത് 400, D എന്ന് പറയുന്നത് 450. സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 Nm/mm² എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, അപ്പോൾ ടോ വി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്ന എന്തായിരുന്നു? ടോ സി മാക്സ് കണ്ടുപിടിക്കുകയാണ് അല്ലേ? അത് തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. ടോ സി മാക്സ് നമ്മൾ ടേബിൾ 20 നിന്ന് എടുക്കണം. ടേബിൾ 20 നിന്ന് ടോ സി മാക്സ് വാല്യൂ M20 ഗ്രേഡ് കോൺക്രീറ്റിന് 2.8 Nm/mm² ആണ്. അപ്പോൾ ടോ VE ഈസ് ലെസ് ദാൻ ടോ സി മാക്സ്. ഓക്കെ, ടോ വിയും ടോ സി മാക്സും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ടോ VE ലെസ് ദാൻ ടോ സി മാക്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ദ സെക്ഷൻ ഈസ് അഡക്വേറ്റ്. ഓക്കെ, ഇനി അടുത്തത് ടോ സി വാല്യൂ കണ്ടുപിടിച്ചിട്ട് ടോ VEയും ടോ സിയും തമ്മിൽ കമ്പയർ ചെയ്യണം. ടോ VE ലെസ് ദാൻ ടോ സി ആണെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. ടോ VE ഗ്രേറ്റർ ദാൻ ടോ സി ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഡിസൈൻ പ്രകാരം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ടോ സി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടെൻഷൻ സ്റ്റീലിൻ്റെ പെർസെൻറ്റേജ് 100 AST/BD ദാറ്റ് ഈസ് ഈക്വൽ ടു 100 × 942.477 പ്രൊവൈഡ് ചെയ്തിട്ടുള്ള AST ഡിവൈഡ് ബൈ 400/450. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0.523% എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർപോളേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. 0.50% കറസ്പോണ്ടിങ് ആയിട്ട് ടോസിൻ്റെ വാല്യൂ 0.48, 0.75% കറസ്പോണ്ടിങ് ആയിട്ട് ടോസിൻ്റെ വാല്യൂ 0.56. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് 0.523% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ വരയ്ക്കാം. അപ്പം ടോ സി വാല്യൂ ഈസ് ഈക്വൽ ടു 0.48 + x ആണ്. അപ്പോൾ എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് എക്സ് ഡിവൈഡ് ബൈ 0.523 മൈനസ് 0.50 ഈസ് ഈക്വൽ ടു 0.56 മൈനസ് 0.48 ഡിവൈഡ് ബൈ 0.75 മൈനസ് 0.50 ദാറ്റ് ഈസ് ഈക്വൽ ടു 7.36 × 10⁻³ എന്ന് പറഞ്ഞു കിട്ടും എക്സ് വാല്യൂ. അപ്പോൾ ടോ സി വാല്യൂ ഈസ് ഈക്വൽ ടു 0.48 + x, അതായത് 7.36 × 10⁻³ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.487 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും ടോ സി വാല്യൂ. ഓക്കെ, ഇനി ടോ സി വാല്യൂയും ടോ VE വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യാം. ഇവിടെ ടോ VE വാല്യൂ എന്ന് പറയുന്നത് 1 Nm/mm² ആയിരുന്നു. ഓക്കെ, 1 Nm/mm² ഈസ് ഗ്രേറ്റർ ദാൻ 0.487 Nm/mm². ഓക്കെ, ടോ VE വാല്യൂ നമുക്ക് 1 Nm/mm² ആയിരുന്നു കിട്ടിയത്. ഓക്കെ, അപ്പം അത് നമുക്ക് ടോ സി വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോ VE എന്ന് പറയുന്ന വാല്യൂ ആണ് ഗ്രേറ്റർ വന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. ഹെൻസ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഹാവ് ടു ബി ഡിസൈൻഡ്. ടോസി ഗ്രേറ്റർ ദാൻ ടോ വി ഇ വന്നു കഴിഞ്ഞാൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ട, മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ ടോ വി ഇ ഗ്രേറ്റർ ദാൻ ടോ സി വന്നതുകൊണ്ട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഹാവ് ടു ബി ഡിസൈൻഡ്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ക്ലോസ് 41.4.3 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 41.4.3 പറയുന്ന ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ASV ഈസ് ഈക്വൽ ടു TUSV ഡിവൈഡഡ് ബൈ B1 D1 ഇൻറ്റു 0.87 FI പ്ലസ് VUSV ഡിവൈഡഡ് ബൈ 2.5 D1 ഇൻറ്റു 0.87 FI. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിലിട്ടിട്ട് നമ്മൾ SV വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നോർമലി നമ്മൾ ഇപ്പം ടോർഷൻ വരാത്ത കേസാണെങ്കിൽ നമ്മൾ SV വാല്യൂ ആണ് കണ്ടുപിടിക്കുക ഡിസൈൻ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ഇവിടെയും SV വാല്യൂ തന്നെയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഈ ഇക്വേഷനിൽ ASV എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റിറപ്പ് ലെഗ്സ് ആണ്. ഓക്കെ, അപ്പോൾ ASV നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു 10 mm ഡയാ സ്റ്റിറപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 10 mm ഡയാ 2 ലെഗ്ഡ് വെർട്ടിക്കൽ സ്റ്റിറപ്സ് അസ്യൂം ചെയ്യുമ്പോൾ അവിടെ വരുന്ന ASV എന്ന് പറയുന്നത് 2 × π × 10² ഡിവൈഡ് ബൈ 4 ആണ്. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 157 mm² കിട്ടും. അപ്പോൾ ASV വാല്യൂ ആയി. TU വാല്യൂ എനിക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, SV വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട വാല്യൂ ആണ്. B1 D1 കണ്ടുപിടിക്കണം. 0.87 FI എനിക്കറിയാം. അതേപോലെ പ്ലസ് VU വാല്യൂ എനിക്കറിയാം. SV വാല്യൂ അൺനോൺ, നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ്. ഇവിടെ D1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഈ ഇക്വേഷന് വേണ്ടത് SV ആണ്. എന്നാൽ SV കണ്ടുപിടിക്കണമെങ്കിൽ B1 ഉം D1 ഉം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അതിന് മുമ്പായിട്ട്. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം SV വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. 0.87 FI അറിയാം. അപ്പോൾ ഇനി നമുക്കിതിൽ ഈ ഇക്വേഷനിൽ SV കണ്ടുപിടിക്കാൻ അൺനോൺ ആയിട്ടുള്ളത് B1 ഉം D1 ഉം ആണ്. അപ്പം B1 D1 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം B1 D1 നമുക്ക് ഓൾറെഡി കോഡിൽ പറയുന്നുണ്ട്. B1 എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോർണർ ബാർസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വിഡ്ത്ത്. അപ്പം വിഡ്ത്തിൻ്റെ ഡയറക്ഷനിൽ വരുന്ന കോർണർ ബാർസിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. അപ്പം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ B1 വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടത്തിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കോർണറിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിന്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള സെൻറ്ററിന് റൈറ്റ് സൈഡിലുള്ള കോർണറിലെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ കാണാം. അപ്പോൾ ഫിഗർ അവിടെ കാണിച്ചിട്ടുള്ളതിൽ B1 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് താഴെയുള്ള കോർണറിലുള്ള ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബാറിൻ്റെ സെൻറ്റർ മുതൽ റൈറ്റ് സൈഡിലുള്ള ബാറിൻ്റെ സെൻറ്റർ വരെയുള്ള, അതായത് കോർണറിൽ വരുന്ന ബാറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് B1. അതേപോലെ D1 എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോർണർ ബാർസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെപ്ത് ആണ്. അതവിടെ എഴുതിയിട്ടില്ല. ഡെപ്തിൻ്റെ ഡയറക്ഷനിൽ വരുന്ന കോർണർ ബാർസിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് D1 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ടോപ്പിലുള്ള ഹാങ്കർ ബാർസിൻ്റെ സെൻറ്ററിന് ബോട്ടത്തിലുള്ള ടെൻഷൻ ബാറിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് D1. ഓക്കെ, കോർണറിലുള്ള ബാറുകളുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, ഒന്ന് ഡെപ്ത് ഡയറക്ഷനിലും ഒന്ന് ബ്രെഡ്ത്തിൻ്റെ ഡയറക്ഷനിലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാമല്ലോ. B1 എന്ന് പറയുന്ന ഈ ഫിഗറിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. B1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 400 mm ആണ്. അപ്പോൾ 400 രണ്ട് സൈഡിൽ നിന്നും നോമിനൽ കവർ മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നോമിനൽ കവർ മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 2 × 30. 400 - 2 × 30 എന്ന് പറയുമ്പോൾ ആ സ്റ്റിറപ്പിൻ്റെ ഔട്ടർ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഔട്ടർ ഫേസ് മുതൽ ഇപ്പുറത്തെ ഔട്ടർ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇനി സ്റ്റിറപ്പിൻ്റെ ഡയ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കുറയ്ക്കണം. സ്റ്റിറപ്പ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്ന 10 mm ആണ്. അപ്പോൾ 400 - 2 × 30 - 2 × 10. ഓക്കെ, അതുമായി. ഇനി നമുക്ക് എന്ത് വേണം, ബാറിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പം അവിടെ ടെൻഷൻ സോണിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാറിൻ്റെ ഡയേൻ്റെ ഹാഫ് രണ്ട് സൈഡിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പം മൈനസ് നമ്മളിവിടെ യൂസ് ചെയ്തത് 20 mm ആണ്. അപ്പോൾ 20/2, അതായത് 2 × 20/2. അപ്പം B1 എന്ന് പറയുന്നത് 400 - 2 × 30 - 2 × 10 - 2 × 20/2. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും അവിടെ വരുന്ന ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയേൻ്റെ ഹാഫ് മൈനസ് ചെയ്തു. ഓക്കെ, അപ്പം B1 = എത്ര വരും? 400 - 2 × 30 - 2 × 10 - 2 × 20/2. ഓക്കെ, ആ വാല്യൂ ആയിരിക്കും B1 വരിക. അതേപോലെ D1 എന്ന് പറയുന്നത് 500 - ഓക്കെ 500 - കവർ, നോമിനൽ കവർ രണ്ട് സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്ന് 30 മൈനസ് ചെയ്യണം. അതായത് 2 × 30. 500 - 2 × 30. പിന്നെ സിറപ്പിൻ്റെ ഡയ ഓക്കെ 10. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും അപ്പോൾ 2 × 10 മൈനസ് ഇനി മേലെയുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ
ഡയ ആൻഡ് ഹാഫ്. മേലെയുള്ളത് 10 mm ബാറായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തത്. -10/2 മൈനസ് താഴെയുള്ള ബാറിൻ്റെ ഡയ ആൻഡ് ഹാഫ് 20/2. അപ്പം D1 എന്ന് പറയുന്നത് 500 മൈനസ് 2 × 30 മൈനസ് 2 × 10 മൈനസ് 10/2 മൈനസ് 20/2. ഓക്കെ, അതാണ് D1 വരിക. ടോപ്പിലുള്ള ബാറിൻ്റെ ഡയ 10 mm ആണ്, താഴെയുള്ള ബാറിൻ്റെ ഡയ 20 mm ആണ്. ഓക്കെ, അപ്പം B1 ഈസ് ഈക്വൽ ടു 400 മൈനസ് 2 × 30 മൈനസ് 2 × 10 മൈനസ് 2 × 20/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 mm എന്ന് പറഞ്ഞു കിട്ടും. D1 ഈസ് ഈക്വൽ ടു 500 മൈനസ് 2 × 30 മൈനസ് 2 × 10 മൈനസ് 10/2 മൈനസ് 20/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 405 mm എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇനി ഇക്വേഷനിൽ എല്ലാ വാല്യൂസുമായി നമുക്ക് SV എന്ന് പറയുന്ന വാല്യൂവിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, SV എത്രയാണ് വരിക എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ASV 157 ഈക്വൽ ടു TU എന്ന് പറയുമ്പോൾ 30 kN ആണ്. 30 × 10⁶ ഇൻറ്റു SV ഡിവൈഡ് ബൈ B1 300 D1 405 ഇൻറ്റു 0.87 ഇൻറ്റു 415 പ്ലസ് VU 60 × 10⁻³ ന്യൂട്രലാക്കി ഇൻറ്റു SV എന്ന് പറയുന്നത് അൺനോൺ ഡിവൈഡ് ബൈ 2.5 ഇൻറ്റു D1 എന്ന് പറയുന്നത് 405 ഇൻറ്റു 0.87 ഇൻറ്റു 415. ഓക്കെ, ഇനി SVക്ക് വേണ്ടി സോൾവ് ചെയ്യുക. അപ്പോൾ 157 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ആ ഒരു ടേം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.683 SV പ്ലസ് രണ്ടാമത്തെ ടേം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.164 SV എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് SVക്ക് വേണ്ടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 185.33 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 mm എന്നുള്ള രീതിയിൽ സ്പേസിങ് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ സ്പേസിങ് എനിക്കിവിടെ 180 mm എന്നുള്ളത് കിട്ടി. എന്നാൽ അത് ഉറപ്പിക്കാനായിട്ടില്ല. ഓക്കെ, ഉറപ്പിക്കാനായിട്ടില്ല കാരണം കോഡിൽ ഒരു ചെക്ക് പറയുന്നുണ്ട്. ബട്ട് ദ ടോട്ടൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ τVE മൈനസ് τC ഇൻറ്റു BSV ഡിവൈഡ് ബൈ 0.87 FY എന്ന് പറഞ്ഞിട്ടുണ്ട്. ASV വാല്യൂ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ SV ആണല്ലോ കണ്ടുപിടിച്ചത്. അപ്പോൾ SV നമുക്ക് 180 mm കിട്ടി. ഈ 180 mm ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ SVക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ASV ഇൻറ്റു 0.87 FY ഡിവൈഡ് ബൈ τVE മൈനസ് τC ഇൻറ്റു B ആണ് SVൻ്റെ വരിക അല്ലേ. അപ്പോൾ SV ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ SV ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ ASV ഇൻറ്റു 0.87 FY ഡിവൈഡഡ് ബൈ τVE മൈനസ് τC ഇൻറ്റു B എന്ന് പറയുന്ന ഇക്വേഷനാണ് വരിക. അപ്പോൾ ആ വാല്യൂവിനേക്കാളും SV കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ ഇവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ SV ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.87 FY ASV ഡിവൈഡ് ബൈ τVE മൈനസ് τC ഇൻറ്റു B. അപ്പോൾ നമുക്ക് നോക്കാം. SV ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 ഇൻറ്റു 415 ഇൻറ്റു ASV 157 ഡിവൈഡഡ് ബൈ τVE വാല്യൂ 1 τC വാല്യൂ 0.487 ഇൻറ്റു 400. ഓക്കെ, അപ്പോൾ SV വാല്യൂ ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 276.24 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന 180 mm SV ഈസ് ഈക്വൽ ടു 180 mm എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഈ 276.24 mm കുറവാണ്. അപ്പം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. SV 276.24 mm കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 180 mm കിട്ടിയത് 276.24 mm കുറവ് തന്നെയാണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 180 mm എന്ന് പറയുന്ന സ്പേസിംഗായിട്ട് മുന്നോട്ട് പോകാം. ഹിയർ 180 mm ഈസ് ലെസ് ദാൻ 276.24 mm. ഹെൻസ് വി ക്യാൻ പ്രൊസീഡ് വിത്ത് സ്പേസിംഗ് SV ഈസ് ഈക്വൽ ടു 180 mm. അപ്പോൾ 180 mm എന്ന് പറയുന്നത് 276.24 mm കുറവാണ്. അതുകൊണ്ട് നമുക്ക് SV ഈസ് ഈക്വൽ ടു 180 mm എന്ന് പറയുന്ന സ്പേസിങ്ങുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് കിട്ടി. ഓക്കെ, എന്നാൽ ഈ സ്പേസിങ്ങിൽ നമുക്ക് 10 mm ഡയ 2 ലെഗ്ഡ് സ്റ്റിറപ്പ് ഉറപ്പിക്കാൻ പറ്റില്ല 180 mm സ്പേസിങ്ങിൽ. കാരണം സ്പേസിങ്ങിൻ്റെ ഒരു ചെക്കും കൂടിയും ചെയ്യണമെന്ന് കോഡ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്പേസിങ്ങിൻ്റെ ചെക്ക് നമുക്ക് ചെയ്യാം. സ്പേസിങ്ങിൻ്റെ ചെക്ക് പേജ് നമ്പർ 48 ക്ലോസ് 26.5.1.7 A എന്ന് പറയുന്ന പോർഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്പേസിങ് ഷുഡ് നോട്ട് എക്സീഡ് ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ നോർമലി ടോർഷൻ വരാത്ത
ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് സ്പേസിങ് ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ചെക്ക് ഫോർ മാക്സിമം സ്പേസിങ് തന്നെയാണ് ചെയ്യുന്നത്. സ്പേസിങ് ഷുഡ് നോട്ട് എക്സീഡ് ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയാൻ പോകുന്ന സ്പേസിങ്ങിൻ്റെ വാല്യൂവിനേക്കാളും ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാളും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, മാക്സിമം സ്പേസിങ് വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാല്യൂ നമ്മൾ ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിച്ച 180 mm തന്നെ എഴുതാം. രണ്ടാമത് കോഡിൽ പറയുന്നു ഒരു x1 എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, മൂന്നാമത് കോഡ് പറയുന്നു x1 + y1/4 കൂടാൻ പാടില്ല. നാലാമത് പറയുന്നു 300 mm കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ കോഡിൽ വായിച്ചു കഴിഞ്ഞാൽ x1 and y1 ആർ റെസ്പെക്റ്റീവ്ലി ദ ഷോർട്ട് ആൻഡ് ലോങ് ഡയമെൻഷൻസ് ഓഫ് ദ സിറപ്പ്. അപ്പോൾ x1 ഉം y1 എന്ന് പറയുന്നത് സിറപ്പിൻ്റെ ലോങ്ങും ഷോർട്ടും ആയിട്ടുള്ള ഡയമെൻഷൻസാണെന്ന് പറയുന്നു. അപ്പോൾ x1 എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഡയമെൻഷൻ എന്ന് പറയുന്നത്, സിറപ്പിൻ്റെ ഷോർട്ട് ഡയമെൻഷൻ എന്ന് പറയുന്നത്, അതായത് ബ്രെഡ്ത്തിൻ്റെ ഡയറക്ഷനിൽ സിറപ്പിൻ്റെ സെൻറ്ററിന്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള, അതായത് വെർട്ടിക്കൽ സിറപ്പിൻ്റെ വെർട്ടിക്കൽ പോർഷൻ്റെ സെൻറ്ററിന് റൈറ്റ് സൈഡിലെ വെർട്ടിക്കൽ പോർഷൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ബ്രെഡ്ത്തിൻ്റെ ഡയറക്ഷനിൽ വരുന്ന സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് x1 എന്ന് പറയുന്നത്. y1 എന്ന് പറയുന്നത് ഡെപ്ത്തിൻ്റെ ഡയറക്ഷനിൽ വരുന്ന, അതായത് ഹൊറിസോണ്ടലി വരുന്ന സിറപ്പിൻ്റെ പോർഷൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇവിടെ വരച്ചിരിക്കുന്ന ഫിഗർ നിങ്ങൾക്ക് നോക്കാം. B400, ഓവറോൾ ഡെപ്ത് 500 ആണ്. അപ്പോൾ ഇതിൽ സിറപ്പിൻ്റെ സെൻറ്റർ മുതൽ, അതായത് നിങ്ങൾക്ക് അവിടെ ഫിഗറിൽ കാണാം, സിറപ്പിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് x1. അതേപോലെ സിറപ്പിൻ്റെ ഡെപ്ത് വൈസിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് y1. ഓക്കെ, അതായത് സിറപ്പിൻ്റെ ഷോർട്ട് ഡയമെൻഷൻ x1, ലോങ് ഡയമെൻഷൻ y1. അപ്പം x1 നമുക്ക് കണ്ടുപിടിക്കാം. അതായത് വെർട്ടിക്കലി പ്ലേസ് ചെയ്തിട്ടുള്ള സിറപ്പിൻ്റെ പോർഷൻ, അതായത് സിറപ്പ് ലെഗിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് x1. ഓക്കെ, അതേപോലെ y1 എന്ന് പറയുന്നത് അതിൻ്റെ ഹൊറിസോണ്ടലി ഉള്ള സിറപ്പിൻ്റെ പോർഷൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ പോർഷൻ്റെ സെൻറ്ററിൽ നിന്ന് ബോട്ടത്തിലുള്ള ഹൊറിസോണ്ടൽ പോർഷൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. x1 എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ പോർഷൻ്റെ സെൻറ്ററിൽ നിന്ന് റൈറ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ പോർഷൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ x1 നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 400 - 2 ഇൻറ്റു നോമിനൽ കവർ. ഓക്കെ, അതായത് 400 - 2 ഇൻറ്റു 30. ഓക്കെ, മൈനസ് ഇപ്പം സിറപ്പിൻ്റെ ഡയൻ്റെ സെൻറ്ററാണ് ഓരോ സൈഡിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം -2 ഇൻറ്റു 10/2. സിറപ്പിൻ്റെ ഡയ എന്ന് പറയുന്നത് 10 mm ആണ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും 10ൻ്റെ ഹാഫാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ -2 ഇൻറ്റു 10/2. അപ്പോൾ 400 - 2 ഇൻറ്റു 30 - 2 ഇൻറ്റു 10/2. അപ്പോൾ x1 എന്നുള്ളത് 330 mm എന്ന് പറഞ്ഞു കിട്ടും. അതേപോലെ y1 എന്ന് പറയുന്നത് 500 - 2 ഇൻറ്റു 30 - 2 ഇൻറ്റു 10/2. ഓക്കെ, അപ്പോൾ x1 330 ആണ്. അപ്പോൾ ആദ്യത്തെ സ്പേസിങ് ഷുഡ് നോട്ട് എക്സീഡ് ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയുമ്പം ഫസ്റ്റ് ടേം 180 mm കൂടാൻ പാടില്ല. രണ്ടാമത്തെ ടേം x1 ആണ്. x1 എന്ന് പറയുന്നത് 330 mm ആണ്. 330 mm കൂടാൻ പാടില്ല. മൂന്നാമത്തത് x1 + y1/4. y1 നമ്മൾ കണ്ടുപിടിച്ചു. 500 - 2 ഇൻറ്റു 30 - 2 ഇൻറ്റു 10/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 430 mm. അപ്പം x1 + y1/4 എന്ന് പറയുന്നത് 330 + 430/4. സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 190 കിട്ടി. അപ്പോൾ മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 190 mm ആണ്. നാലാമത്തെ വാല്യൂ 300. അപ്പോൾ ഈ 4 വാല്യൂസിൽ ഏറ്റവും ചെറുത് ഏതാണ്? 180 mm ആണല്ലേ. അപ്പോൾ ഞാൻ സിറപ്പിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തി. Therefore provide 10 mm diameter 2-legged vertical stirrups at 180 mm center to center distance. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 180 mm ആണ്. അപ്പോൾ അതിനേക്കാളും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ therefore provide 10 mm diameter 2-legged vertical stirrups at 180 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ സിറപ്പിൻ്റെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 5 സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻ ബാർ, ടെൻഷൻ ബാറിൻ്റെ ഡീറ്റെയിൽസ്, അതായത് AST വാല്യൂം അതുപോലെ അത് AST വരാൻ വേണ്ടി കറസ്പോണ്ടിങ് പ്രൊവൈഡ് ചെയ്യേണ്ട ബാറിൻ്റെ ഡൈയും നമ്പേഴ്സും നമ്മളെടുത്തു, സിറപ്സും ഡിസൈൻ ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നില്ലല്ലോ അല്ലേ. കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ പ്രകാരം വരുന്നില്ല. എന്നാൽ ആങ്കർ ബാസ് ഞാൻ 10 mm എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ ആങ്കർ ബാസ് ആയി, ഈ കേസിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയി, അതുപോലെ തന്നെ സ്റ്റിറപ്സും ആയി. ഇനി ഇതിൻ്റെ ഡെപ്ത്ത് അല്ലെ 500 mm വന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ 450-നേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനിവിടെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് ക്ലോസിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? പേജ് നമ്പർ 47-ൽ 26.5.1.3 അതിലാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അതിൽ 750 mm കൂടുതലാവുകയാണെങ്കിൽ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് നോർമൽ ലോഡ്സ് വരുന്ന ബീംസിൻ്റെ കേസ്. എന്നാൽ ഇവിടെ ടോർഷൻ വരുന്ന കേസിൽ ആ 750 സ്ഥാനത്ത് 450 വരുമ്പോൾ, ഓക്കെ, 750 സ്ഥാനത്ത് 450 mm കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ നമുക്ക് നോക്കാം. Since the cross-sectional dimension D of the member is 500 mm, that is greater than 450 mm, provide side face reinforcement greater than 0.1% cross-sectional area. അപ്പം റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയൻ്റെ 0.1% കുറയാതെ നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 0.1% എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 0.1% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 0.1 ഡിവൈഡ് ബൈ 100, 0.1% ഇൻറ്റു 400 ഇൻറ്റു 500 ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 200 mm² എന്നുള്ളത് കിട്ടി. അപ്പം അവിടെ രണ്ട് സൈഡിലും ഈച്ച് ഫേസിലും പ്രൊവൈഡ് ചെയ്യുന്ന ബാറിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 200 mm² ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഏത് ലയൻ്റെ ബാറാണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ 2 ബാർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് അറിയാലോ, അതുകൊണ്ട് തന്നെ ഞാൻ 2 ഇൻറ്റു പൈ ഇൻറ്റു d² ഡിവൈഡ് ബൈ 4. അപ്പോൾ ഏത് ഡയൻ്റെ ബാറാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് 2 ബാർസ് എന്തായാലും കൊടുക്കണം എന്നുള്ളത് അറിയാം. അപ്പോൾ 2 എന്നുള്ളത് ഞാൻ അവിടെ എഴുതി, ഇൻറ്റു പൈ ഇൻറ്റു d² ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 200 mm². അതായത് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 200 mm² വരണം. അപ്പോൾ 200 mm² വരാൻ വേണ്ടിയിട്ട് ഏത് ഡയൻ്റെ 2 ബാർ കൊടുക്കണം എന്നുള്ളതാണ് ഞാനിവിടെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 2 ഇൻറ്റു പൈ ബൈ 4 ഇൻറ്റു d². പൈ ബൈ 4 ഇൻറ്റു d² എന്ന് പറയുന്നത് ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷൽ ഏരിയ ഇൻറ്റു 2 ചെയ്തു. അപ്പോൾ 2 ബാറിൻ്റെ ക്രോസ് സെക്ഷൽ ഏരിയ സിഗിൽ 200 mm² ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഡി അൺനോൺ ആയതുകൊണ്ട് ഡിക്ക് വേണ്ടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് 11.28 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 11.28ൻ്റെ തൊട്ട് മേലെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാറിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 12 mm. അപ്പോൾ അതുകൊണ്ട് തന്നെ therefore provide 12 mm diameter bars on each face. ഓക്കെ, അപ്പോൾ ഞാൻ 12 mm ഡയമീറ്റർ ബാർ 2 ഫേസിലും പ്രൊവൈഡ് ചെയ്യാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് 10.28 ആണ് കിട്ടിയതെങ്കിൽ 11 mm ഡയ എന്ന് പറഞ്ഞ് എടുക്കരുത് ബാറിൻ്റെ. കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാറിൻ്റെ ഡയമീറ്റേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം 10 കഴിഞ്ഞാൽ 12 mm ആണുള്ളത്. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസ് 16 ആണ്. 16 കഴിഞ്ഞാൽ 20, 25, 32 അങ്ങനെയാണ്. അപ്പം ഇപ്പം ഇവിടെ 11.28 വന്നതുകൊണ്ട് നെക്സ്റ്റ് ഡയ വരുന്നത് 12 ആയതുകൊണ്ട് 12 എടുത്താണ്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് 12 പോയിൻറ്റ് സംതിങ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്കവിടെ 13 എന്നുള്ള എടുക്കാൻ പറ്റില്ല. കാരണം 13 mm ഡയമീറ്ററിൻ്റെ ബാറില്ല. പിന്നെ ഉള്ളത് 16 mm ആണ്. ഓക്കെ, അപ്പോൾ അവിടെ 16 പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം നോക്കിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാറിൻ്റെ ഡയമീറ്റർ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് 11.28 ആണ്. 2 ബാർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 200 mm² എന്നുള്ള ഏരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ therefore provide 12 mm diameter bars on each face. അപ്പോൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈനും കഴിഞ്ഞു. 2 ഫേസിലുമായിട്ട് ഓക്കെ, ആ ഡെപ്തിൻ്റെ സെൻറ്ററിലായിട്ട് 2 ഫേസിലുമായിട്ട് 12 mm ഡയമീറ്റർ ബാർസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് കിട്ടി. അപ്പോൾ നമ്മൾ ഡിസൈൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ചു. കംപ്രഷൻ സോണിലുള്ള ആങ്കർ ബാർസിൻ്റെ ഡയ അസ്യൂം ചെയ്തു. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്തു. സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്തു. ഓക്കെ, ഞാൻ ഡിസൈൻ സമ്മറി എഴുതുകയാണ്. ഡിസൈൻ സമ്മറി ബീം സൈസ് ഈസ് ഈക്വൽ ടു, അത് ഓൾറെഡി തന്നാണ്, ഞാൻ എഴുതിയെന്ന് മാത്രം, 400 mm by 500 mm. ഓക്കെ, മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് 3 numbers of 20 mm dia bars of Fe415 grade steel, 20 mm 3 bars. Okay, anchor bars or hanger bars 2 numbers of 10 mm diameter bars. Shear reinforcement 10 mm diameter 2-legged vertical stirrups at 180 mm center to center spacing. Okay, 10 mm diameter 2-legged vertical stirrups ആണ് 180 mm center to center spacingലാണ് shear reinforcement എടുത്തിരിക്കുന്നത്. സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് 2 numbers of 12 mm diameter bars on each face. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി. ഇനി ഇതിൻ്റെ ഫിഗർ വരയ്ക്കാം. ക്രോസ് സെക്ഷൻ ഓക്കെ, അതിൻ്റെ ബ്രെഡ്ത്ത് 400 mm, ഓവറോൾ ഡെപ്ത്ത് 500 mm, ഡി ഡാഷ് എഫക്റ്റീവ് കവർ 50 mm മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടത്തുനിന്ന് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. അതുപോലെ ബോട്ടത്തിലുള്ള ബാസ് 3 നമ്പേഴ്സാണ് 20 mm ഡയമീറ്ററിൻ്റെ. അപ്പോൾ 3 numbers of 20 mm ഡയമീറ്റേഴ്സ് എന്നുള്ള മാർക്ക് ചെയ്തു. അതേപോലെ ടോപ്പിൽ
2 numbers of 10 mm ഡയാബാസ് ആണ്, ഹാങ്കർ ബാസ് അസ്യൂം ചെയ്തതാണ്. ഓക്കെ, അത് മാർക്ക് ചെയ്തു. അതുപോലെ സിറപ്സ് മാർക്ക് ചെയ്തു. 10 mm ഡയമീറ്റർ 2 legged വെർട്ടിക്കൽ സിറപ്സ് അറ്റ് 180 mm സെൻറ്റർ ടു സെൻറ്റർ മാർക്ക് ചെയ്തു. സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 2 ഫേസിലുമായിട്ട് സെൻറ്ററിലായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തു. 2 numbers of 12 mm ഡയമീറ്റർ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനും കൂടി വരയ്ക്കുക. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് സെക്ഷൻ മാത്രം വരച്ച് അവസാനിപ്പിച്ചാൽ മതി. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഇതുപോലെ വരച്ചിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ബോട്ടത്തിൽ 3 numbers of 20 mm ഡയമീറ്റർ ബാസ്, അതുപോലെ ഇതിൻ്റെ ഓവറോൾ ഡെപ്ത് 500 mm മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ 2 numbers of 10 mm ഡയാബാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഹാങ്കർ ബാസ്. അതുപോലെ സ്റ്റിറപ്പിൻ്റെ കാര്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. 10 mm ഡയ 2 legged സിറപ്സ് അറ്റ് 180 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, ആ വെർട്ടിക്കലായിട്ടുള്ള സിറപ്സ് ആണ്. അതിൻ്റെ സ്പേസിങ് 180 mm ഞാനവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിലൂടെ 12 mm ഡയമീറ്റർ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കാണിക്കണം. അപ്പം ഇതിൻ്റെ സെൻറ്ററിലൂടെ ഞാനതും മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 numbers of 12 mm ഡയമീറ്റർ ബാസ് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ഇൻ കേസ് ഇനി എന്തെങ്കിലും സ്പാനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ക്ലിയർ സ്പാനോ എഫക്റ്റീവ് സ്പാനോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഈ ഫിഗറിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ സ്പാൻ ആണെങ്കിൽ സപ്പോർട്ടിൻ്റെ ഫേസിൽ നിന്ന് ഒരു സൈഡിലെ സപ്പോർട്ട് ഫേസിൽ നിന്ന് അടുത്ത സൈഡിലെ സപ്പോർട്ട് ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണെങ്കിൽ സപ്പോർട്ടിൻ്റെ സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് അത് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോർഷൻ വരുന്ന കേസിലുള്ള ഡിസൈൻ. ഓക്കെ, താങ്ക് യു.